നമസ്കാരം. എല്ലാ കണ്ണൂർ വിഷൻ പ്രേക്ഷകർക്കും കണ്ണൂർ കൊയിലി ഹോസ്പിറ്റൽ പ്രസൻസ് ഹെലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും അർഹിക്കുന്ന പരിഗണന കൊടുക്കാത്തതും എന്നാൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒരു കാര്യമാണ് മാനസികാരോഗ്യം എന്നത്. നമ്മളെല്ലാവരും ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടെങ്കിലും മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ ചിന്തിക്കാൻ എന്തോ മടിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചുമാണ്. അതിനെക്കുറിച്ച് കൂടുതലായി നമ്മളോട് സംസാരിക്കാൻ എന്നുള്ളത് കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ ഹർഷയാണ്. ഹലോ ഡോക്ടർ. ഹലോ. അപ്പോൾ ഡോക്ടർ, നമ്മൾ പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെ മാനസികാരോഗ്യം അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്? മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പം ഒരാളുടെ ഇമോഷണൽ, സൈക്കോളജിക്കൽ, പിന്നെ സൊസൈറ്റി ആയിട്ടുള്ള ഒരു വെൽബീയിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ആൻഡ് നമ്മൾ നോർമൽ ഡേ ടു ഡേ സ്ട്രെസ്സേഴ്സ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് കോപ്പപ്പ് ചെയ്യുന്നത്, പ്ലസ് നമ്മൾ ഒരു സൊസൈറ്റിക്ക് വാല്യൂബിൾ ആയിട്ടുള്ള എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പം മാനസിക ആരോഗ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? യൂഷ്വലി നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, അതുപോലെ തന്നെ സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ്, പിന്നെ കോപ്പ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത്, സ്കൂൾ റിഫ്യൂസൽ, പിന്നെ സബ്സ്റ്റൻസ് യൂസ് എന്ന് വെച്ചാൽ കുടിക്കുന്നത്, വലിക്കുന്നത്, അങ്ങനത്തെ കുറേ ഇഷ്യൂസ്. ഇതൊക്കെയാണ് യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഡോക്ടർ, നമുക്ക് സൊസൈറ്റിയിൽ എന്തോ കാരണം കൊണ്ട് നമ്മൾ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും പലരും തുറന്നു പറയാൻ മടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ളത്. അതെ, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എങ്ങനെയാന്ന് വെച്ചാൽ ചില സമയത്ത് പെൻസ് വരുന്നത് തന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. അതെ അതെ. സോ ദാറ്റ് ഇസ് സംതിങ്, നമ്മുടെ അതൊരു സ്റ്റിഗ്മ ആണ്. എന്ന് വെച്ചാൽ അത് നമ്മുടെ സൊസൈറ്റീൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. സോ മാനസിക ആരോഗ്യം എന്ന് വെച്ചാൽ ബാക്കി ഏതൊരു അസുഖം പോലെ തന്നെയാണ് മാനസിക രോഗവും നോക്കേണ്ടതും ട്രീറ്റ് ചെയ്യേണ്ടതും സമൂഹം കാണേണ്ടതും അങ്ങനെ തന്നെയാണ്. അതെ. നമ്മുടെ സമൂഹത്തിൽ പൊതുവെ തന്നെ നമ്മൾ ഒരാളെല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ പോയി എന്ന് അറിഞ്ഞാൽ തന്നെ അയാൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് അയാൾ ഒരു അബ്നോർമലായ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു തെറ്റായ കണ്ണിലൂടെ കാണുന്ന ഒരു പ്രവണതയാണ് നമ്മൾ പൊതുവെ കാണാറ്. അത് ശരിക്കും ഒരു തെറ്റായ ഒരു പ്രശ്നം തന്നെയല്ലേ? അതെ. നമ്മൾ ആസ് എ സൊസൈറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സായിട്ടോ ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വൺ തിങ് ഈസ് നമ്മൾ നല്ലോണം സപ്പോർട്ട് ചെയ്യണം. അവർക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ നമ്മളൊന്ന് സഹായിക്കണം. ആൻഡ് ഇൻ കേസ് നമ്മൾ അറിയുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനെ താഴ്ത്തി പറയാൻ പാടില്ല എന്ന് വെച്ചാൽ. ആൻഡ് കൂടുതലും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർ കളിയാക്കുന്നത് വെച്ചാൽ, സോ ആ കളിയാക്കുന്നതാണ് നമ്മൾ ആക്ച്വലി ഒഴിവാക്കേണ്ടത്. അത് അവരിൽ പ്രശ്നം കൂടുതൽ വഷളാക്കിയുള്ളൂ അല്ലേ? പിന്നെ ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പം നമ്മളിങ്ങനെ പറഞ്ഞു സൊസൈറ്റീൻ്റെ കാര്യം പറഞ്ഞു, ഇതേപോലെ തന്നെ ഇപ്പം നമ്മളൊരു പ്രശ്നമുള്ള ഒരാളോട് നിങ്ങൾ ചെന്നൊരു സൈക്യാട്രിസ്റ്റിനെ കാണുമോ എന്ന് പറയുമ്പോൾ അവർ തന്നെ റിഫ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പേഷ്യൻ്റ് തന്നെ വേണ്ട എനിക്ക്. അപ്പോൾ അതും ഒരു തെറ്റായതല്ലേ? നമുക്ക് സമയത്തിന് ഒരു അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മരുന്നില്ലാതെ തന്നെ മാറ്റാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ലേ പലതും ആണ്. ബട്ട് അതിലൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ചില അസുഖങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, മാനസിക അസുഖങ്ങൾ ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് തന്നെ മനസ്സിലാവില്ല അവർക്കൊരു അസുഖം ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവില്ല. സോ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള സമയത്ത് അത് നമ്മളുടെ സ്വന്തക്കാരോ ബന്ധക്കാരോ ഫ്രണ്ട്സോ ആരെങ്കിലും അവരെ കൊണ്ടുവരേണ്ടതും അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചൊന്ന് കൊണ്ടുവരേണ്ട അവരുടെ ഒരു കടമയാണ്. ബിക്കോസ് എപ്പോഴും എന്ന് വെച്ചാൽ സൈക്കോട്ടിക്സോ അങ്ങനത്തെ പേഷ്യൻസിനൊന്നും അവർക്ക് അറിയില്ല ഹോസ്പിറ്റലിൽ കാണിക്കണം, അല്ല എനിക്കൊരു പ്രശ്നമുണ്ട്. അതിന് ലാക്ക് ഓഫ് ഇൻസൈറ്റ് എന്ന് പറയും. സോ those cases അതിപ്പം other people only have to take care of it. Okay. അപ്പം ശരിക്കും സൊസൈറ്റീൻ്റെ റോൾ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ്. ഈ സ്റ്റിഗ്മയൊക്കെ മാറ്റേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു. സോ ഇങ്ങനത്തെ പേഷ്യൻസ് ഓക്കെ, അതൊരു സെറ്റ് ഓഫ് പേഷ്യൻസ്. പിന്നെ വേറൊരു സെറ്റ് ഓഫ് പേഷ്യൻസ് ഉണ്ട്, അറിയാം ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രശ്നത്തിലേക്കൂടെ പോവുകയാണ്, ബട്ട് മടി എന്ന് വെച്ചാൽ എങ്ങനെയാ പോവുക, എങ്ങനെയാ കാണിക്കുക എന്നുള്ള ഒരു തെറ്റിദ്ധരിക്കപ്പെടുവോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ. സോ ദ വേൾഡ് ഇസ് ചേഞ്ചിങ്, ദ ടൈംസും മാറി വരുവാണ്. സോ
കൂടുതൽ ആൾക്കാർ ഹെൽപ്പ് സ്വീകരിക്കാൻ വരുന്നുണ്ട്. മടിക്കാൻ പാടില്ല എന്നാണ്. മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അതുപോലെ ഡോക്ടറെ, നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ പലർക്കും ഉള്ളൊരു സംശയം എന്ന് വേണമെങ്കിൽ പറയാം, ഇതൊരു പാരമ്പര്യ രോഗമാണോ? അതായത് വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് എന്ന് അങ്ങനെ ഒരു ഇത് പറയാറുണ്ട്. അപ്പോൾ എല്ലാ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഇതുപോലെ ഒരു പാരമ്പര്യമായിട്ട് വരുന്ന പ്രശ്നമാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അത് തീർത്തും പാരമ്പര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. സോ അതിനൊരു ജനറ്റിക് കോമ്പണൻറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ സിവിയറായിട്ട് വരുന്ന ആൾക്കാരിൽ പാരമ്പര്യമായിട്ട് നമ്മൾ കാണാറുണ്ട്, പാരമ്പര്യമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ബട്ട് അത് കൂടാണ്ട് ഇപ്പം ഒരു ഫാമിലിയിൽ 4 മക്കൾ, ഒരു അച്ഛനെയോ അമ്മക്കോ അസുഖം ഉണ്ടെങ്കിൽ 4 മക്കൾക്കും വരണമെന്നില്ല. സോ എല്ലാവർക്കും അത് എഫക്റ്റ് ചെയ്യണമെന്നില്ല. പാരമ്പര്യം കൂടാണ്ട് മനുഷ്യൻ്റെ ആ സിറ്റുവേഷൻസ്, സർക്കംസ്റ്റാൻസസ്, നമ്മൾ ഏത് സ്ട്രെസ്സിലേക്കൂടെയാണ് പോകുന്നത്, സോ അതും ഒരു കോൺട്രിബ്യൂട്ടറി ഫാക്ടറാണ്. അത് കൂടാണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എൻവയറൺമെൻറ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈല് അതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും ഈ മാനസിക രോഗത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ. പിന്നെ ഡോക്ടർ, പലർക്കുള്ള ഒരു സംശയമാണ്, മാനസികാരോഗ്യത്തിന് ഒരു തവണ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് മരുന്ന് തന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അത് കഴിക്കേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ളൊരു ധാരണ ഉണ്ടാവാറ്. അപ്പോൾ എങ്ങനെയാണ് ഈ സൈക്യാട്രി മെഡിസിൻസ് എല്ലാം, അതായത് നമുക്കറിയാം പല അസുഖങ്ങളും ഉണ്ടെന്നറിയാം, എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ടോ? ഇല്ല. ചില സിറ്റുവേഷൻസ് ഉണ്ട്, ചില അസുഖങ്ങളുണ്ട്. ഇപ്പോൾ പ്രഷറും ഷുഗറിനും മരുന്ന് കഴിക്കുന്ന പോലെ കഴിക്കുക. ബട്ട് ചില അസുഖങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ നമ്മളൊരു സ്ട്രെസ്ഫുൾ പീരീഡിലേക്കൂടെ പോകുമ്പം ഡിപ്രഷനോ അങ്ങനെ എന്തെങ്കിലും വരുമ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ട ആവശ്യം വരില്ല. ചില ആൾക്കാർക്ക് ചിലപ്പം മരുന്നിൻ്റെ ആവശ്യമേ വരില്ല. ചില ആൾക്കാർക്ക് ജസ്റ്റ് ഒരു പറയാൻ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ടോക്ക് തെറപ്പി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തെറപ്പി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ചില ആൾക്കാർക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 6 മാസം വരെ, ചിലവർക്ക് 1 വർഷം വരെ, അങ്ങനെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഷ്യൻ്റ് ടു പേഷ്യൻ്റ്. ഓക്കെ. അല്ലാതെ എപ്പോഴും നമുക്ക് മരണം വരെ മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ ഡോക്ടർ, കുട്ടികളിൽ നമ്മൾ എന്തൊക്കെയാണ് മെയിനായിട്ട് കണ്ടുവരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ? ഓക്കെ. ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലും കാണുന്നത് ഒന്ന് ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ റിലേറ്റഡ് ടു സ്കൂൾ ആൻഡ് സ്റ്റഡീസ്. എന്ന് വെച്ചാൽ അത്രയും ഒരു ഫാസ്റ്റ് പേസ്ഡ് ആണ് ഇപ്പോഴത്തെ കുട്ടികൾ. ആൻഡ് അത്രയും കൂടുതൽ അവർക്ക് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട്, പഠിത്തം അല്ലാണ്ടുള്ള കുറേ കാര്യങ്ങളും ചെയ്യാനും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില കുട്ടികൾക്ക് ആ സ്ട്രെസ് എടുക്കാൻ കഴിയില്ല. ആൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കുട്ടിക്കും ഓരോ കഴിവുകളും ഓരോ ടാലൻസും ഒക്കെ ഉണ്ടാവും. സോ ഉറുമ്പിനെ കൊണ്ട് വലിയൊരു ഭാരം എടുപ്പിക്കുന്നത് പറ്റത്തില്ലല്ലോ. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് കുട്ടികൾ അങ്ങനെ പെട്ടുപോകുന്നത്. അതാണ് സാധാരണയായിട്ട് കാണുന്നത്. പിന്നെ അത് കൂടാണ്ട് ജന്മനാലുള്ള ചെറിയ ബുദ്ധിശക്തി കുറവോ അല്ലാണ്ട് ADHD എന്ന് വെച്ചാൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന കുട്ടികൾ, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ കുട്ടികളിൽ കാണാറുണ്ട്. ADHD, ഓട്ടിസം അങ്ങനത്തെ. ബട്ട് ഇപ്പം മെയിനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് ഡിപ്രഷൻ, ആങ്സൈറ്റി കുട്ടികളിലും കണ്ടു തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ പറഞ്ഞു ഒരുപാട് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ. അപ്പോൾ എന്തൊക്കെ സന്ദർഭങ്ങളിലാണ് നമുക്കൊരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം തേടേണ്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്? യൂഷ്വലി ഓരോ അസുഖങ്ങൾക്ക് ഓരോ മാതിരിയായിട്ട് ആണ് കാണുന്നത്. നമ്മളിപ്പോൾ ഡിപ്രഷനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ യൂഷ്വലി നമ്മളുടെ മാനസിക രോഗങ്ങൾക്ക് സാധാരണ ഒരു വാർണിംഗ് ഫാക്ടർ എന്ന് പറയാൻ ഉറക്കില്ലായ്മ, പിന്നെ ഭക്ഷണം കഴിക്കാണ്ട് നിൽക്കുക, മൂടിയായിട്ട് നിൽക്കുക, ആരോടും സംസാരിക്കാണ്ട് നിൽക്കുക, അല്ലെങ്കിൽ സ്വന്തം ലോകത്തിലങ്ങ് നിൽക്കുക, ഇച്ചിരി ഇറിറ്റേഷൻ കൂടുതൽ, ദേഷ്യം കൂടുതൽ, വാശി കൂടുതൽ, അതൊരു സാധാരണയായിട്ടുള്ളതിനെക്കാട്ടും കൂടുതൽ കാണുവാണെങ്കിൽ ഇറ്റ്സ് എ വാർണിംഗ് സൈൻ ദാറ്റ് എന്തോ ഒരു പ്രശ്നം ആവുന്നുണ്ട് എന്നുള്ളൊരു വാർണിംഗ് സൈൻ ആണ്. അതിപ്പം മാനസിക രോഗത്തിൻ്റെ ഏത് മാനസിക രോഗം എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് കാണാറുണ്ട്. അതുമാത്രമല്ല, ഇപ്പം വലിക്കുന്ന കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ വലിക്കുക, കൂടുതൽ കുടിക്കുക, സോ അതൊക്കെ ഒരു വാർണിംഗ് സൈൻസ് ആണ്. എന്ന് വെച്ചാൽ എന്തൊക്കെയോ സംതിങ് ഈസ് റോങ് എന്നുള്ളൊരു വാർണിംഗ് സൈൻസ് ആണ്. സോ ആ ഒരു ടൈമിൽ മേ ബി ആരെങ്കിലും ഒരു ആളെടുത്ത് ചോദിക്കുക, എന്താണ് പ്രശ്നം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണോ, ആൻഡ് ഇൻ കേസ് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വേറെ ഒരാളുടെ ഇൻ്റർവെൻഷൻ ആവശ്യം ഉണ്ട്, അല്ലെങ്കിൽ അത്രയും പ്രശ്നങ്ങളുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ ആകുമ്പോൾ then definitely you have to seek help.
ഇപ്പോൾ ഡോക്ടർ നമ്മൾ ഇങ്ങനെ പൊതുവെ കേൾക്കുന്ന അസുഖങ്ങളിൽ ചില അസുഖങ്ങളെ കുറിച്ച് നമുക്ക് പറയാം അല്ലേ, നമ്മൾ കേൾക്കാറുണ്ട് OCD എന്ന് അല്ലെ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നൊക്കെ പറയുന്നത്. എന്താണ് OCD, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? OCD എന്ന് വെച്ചാൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അപ്പോൾ അത് പേരിൽ തന്നെ ഉണ്ട്. ഒബ്സഷൻ എന്ന് വെച്ചാൽ ഒരേ ചിന്ത ഇങ്ങനെ പിന്നെയും 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 ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നു. സോ ആ ചിന്ത ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുമ്പം അത് ഡെഫിനറ്റ്ലി ആൾക്കൊരു ടെൻഷനാണ്, ഒരു പ്രോബ്ലമാണ്. നമുക്ക് ആവശ്യമില്ലാത്തൊരു ചിന്ത, നമുക്കത് വേണ്ടാന്നുള്ളൊരു ചിന്ത പിന്നെയും വന്നുകൊണ്ടിരിക്കും. സോ ഈ ചിന്ത വരുമ്പം ചില സമയത്ത് ആ ചിന്തകൾ അകറ്റാൻ വേണ്ടിയിട്ട്, ആ ചിന്തകളൊന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. ചില ആൾക്കാർ ഇങ്ങനെ ചാൻറ്റ് ചെയ്യും, എന്ന് വെച്ചാൽ പ്രെയർ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. ചില ആൾക്കാർ ഇപ്പം കൈ വാഷ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ കമ്പൽഷൻസ് എന്ന് പറയുന്നത്. അപ്പം കുറേ ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഒബ്സഷൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഇപ്പം ഒരാൾക്ക് ഇപ്പം വീട് മൊത്തം ക്ലീൻ ആയിട്ടിരിക്കണം, ഒരു ഡസ്റ്റോ ഒരു സ്പോട്ടോ ഒന്നും എവിടെയും പാടില്ല. സോ ആ വിചാരം ഇങ്ങനെ മനസ്സിൽ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കമ്പൽഷൻ എന്ന് പറയുന്നത് അത് ആ വീട് വൃത്തിയാക്കി ഒരു 10 പ്രാവശ്യം വൃത്തിയാക്കിയാൽ മാത്രമേ അവരുടെ ആ ടെൻഷൻ കുറയുന്നുള്ളൂ, ഒരു സംതൃപ്തിയാവുള്ളൂ. അതെ. സോ അതാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവൽ, ഒരു കൂടുതലായി വേറൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ആ ഒരു ഒബ്സഷൻ അകറ്റാൻ വേണ്ടിയിട്ട് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ് അതിനെ ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ അതിൻ്റെ കുറേ ഫോംസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാനൊന്ന് ക്ലീനിങ് കണ്ടാമിനേഷൻ അങ്ങനെയാണ് പറഞ്ഞത്. സോ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫോംസ് ഉണ്ട്. ഇമേജസ് മൈൻഡിൽ വരിക, മോശമായിട്ടുള്ള ഇമേജസ് മൈൻഡിൽ വരിക, അല്ലെങ്കിൽ സാധനങ്ങൾ കൂട്ടി വെക്കുക, അല്ലെങ്കിൽ എന്താ എല്ലാം ഒരു ഓർഡറിൽ വെക്കണം, ആ ഓർഡർ മാറ്റാൻ പാടില്ല, അങ്ങനത്തെ ഇഷ്ടംപോലെ അങ്ങനത്തെ ഒബ്സഷൻസ് ഉണ്ടാവാം. ഓക്കെ. പിന്നെ അതേപോലെ ഡോക്ടർ നമ്മൾ കേൾക്കാറുണ്ട് മാനിയ എന്നുള്ളത്, പലതിനോട് ചേർത്ത് ഇന്നതിൻ്റെ മാനിയ എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ഈ മാനിയ? മേനിയ എന്ന് പറയുമ്പം അതൊരു എന്താ, ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. എന്ന് വെച്ചാൽ നമ്മളുടെ മൂഡ് ഇസ് യൂഷ്വലി ഒരു സ്റ്റേബിളായിട്ട്, ചിലപ്പം കൂടാം ചിലപ്പം കുറയാം, സന്തോഷം വരാം സങ്കടം വരാം, ഒരു ആവറേജിൽ ഇങ്ങനെ മുകളിലും താഴും വന്നിട്ട് പോകും. അപ്പം തീരെ മുകളിൽ പോവുക എന്ന് വെച്ചാൽ കൂടുതൽ സന്തോഷം വരിക, കൂടുതൽ സംസാരിക്കുക, കൂടുതൽ ദേഷ്യം, എല്ലാം ഒരു ലിമിറ്റ് വിട്ട്, ഒരു ലെവല് വിട്ട് പോകുന്നതെന്ന് പറയുമ്പോഴാണ് നമ്മളതിനെ മേനിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ ആ ഒരു ലെവല് വിട്ട് പോകുമ്പം ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഒരു ലെവല് വിട്ട് പോയിട്ട് ആൾക്കാർ തീരെ എനിക്ക് ഉറക്കത്തിൻ്റെ ആവശ്യമില്ല, ഉറങ്ങേണ്ട ആവശ്യമില്ല, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെ ഒരു സ്റ്റേറ്റ് എത്തുമ്പം ഡെഫിനറ്റ്ലി ആൾക്കാർ അറിയണമെന്നൊന്നുമില്ല, അത് തനിയെ കൊണ്ടുവന്നോളും പേഷ്യന്റ്. ബിക്കോസ് അത് അത്ര ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്, ബാക്കിയുള്ളവരെ നോട്ടീസ് ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറും. സോ മേനിയന്റെ കണ്ടിന്യൂം ആയിട്ട് ഡിപ്രഷനും വരാം. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ മുകളിൽ പോകുന്ന പോലെ താഴോട്ടും വരും. ഓക്കെ. അപ്പൊ അവരുടെ മൂഡ് ഈ രണ്ടിന്റെയും ഇടയിലായിട്ട് ഡിപ്രഷനിലേക്കായിട്ട് മാറി കളിക്കാം. ചിലവർക്ക് മാറി കളിക്കാം, ചിലവർക്ക് മേനിയ മാത്രം ഉണ്ടാവും, ചിലപ്പോൾ ഡിപ്രഷൻ മാത്രം ഉണ്ടാവും, അങ്ങനെയും വരാം. ഓക്കെ. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ നേരത്തെ സബ്സ്റ്റൻസ് അബ്യൂസിനെ കുറിച്ച് പറഞ്ഞു, എന്താ പറയുക, മദ്യം കഴിക്കുക അല്ലെങ്കിൽ പുകവലിക്കുക, അതുപോലെയുള്ള പല ദുശീലങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഈ സബ്സ്റ്റൻസ് അബ്യൂസ്, എങ്ങനെയാണ് ഇത് നമ്മുടെ മാനസികാരോഗ്യത്തിനെ ബാധിക്കുന്നത്, എങ്ങനെയാണ്? ഓക്കെ. സബ്സ്റ്റൻസ് അബ്യൂസ് ഇറ്റ്സെൽഫ് ഒരു പ്രോബ്ലമാണ്, ബിക്കോസ് അത് അഡിക്ഷനാണ്. ഓക്കെ. അബ്യൂസ് എന്താ, ഇടയ്ക്കിടയ്ക്ക് യൂസ് നമ്മൾ അഡിക്ഷൻ എന്ന് വിളിക്കില്ല, ബട്ട് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്ത് ആ യൂസ് സ്റ്റോപ്പ് ചെയ്യുമ്പം അതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതുമാത്രമല്ല ആ യൂസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ആൻഡ് ആ യൂസിനെ കൊണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും നമ്മുടെ സൊസൈറ്റി ഒക്കെ പ്രശ്നമാവുകയാണ്. ആ സമയത്താണ് നമ്മൾ അതിനെ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് അഡിക്ഷൻ, ആ ഒരു അഡിക്ഷൻ ടൈമാണ് നമ്മൾ അതിനെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. സോ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ഇപ്പം മദ്യപിക്കുന്നതാവാം, സിഗരറ്റ് വലിക്കുന്നതാവാം, ആൻഡ് ഇപ്പോഴത്തെ വലിയൊരു പ്രോബ്ലമായിട്ട് മാറിയിരിക്കുന്ന കഞ്ചാവ്. സോ പല രീതിയിൽ ഇന്ന് നമുക്ക് ആൻഡ് കൂടുതലും കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്കാണ് കൂടുതലും. അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ്, കൗമാരപ്രായം എന്ന് പറയും. ആ പ്രായത്തിൽ കുട്ടികൾക്ക് ശരി തെറ്റെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള അത്ര ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാവില്ല. ആൻഡ് യൂഷ്വലി നമ്മളുടെ സൊസൈറ്റി അങ്ങനെയാണ്, നമ്മളിതൊന്നും കുട്ടികളുടെ അടുത്ത് കൂടുതൽ സംസാരിക്കാറില്ല. ഡ്രഗ്സും ഡ്രഗ് അബ്യൂസിനെ കുറിച്ചൊന്നും പേരൻസ് സംസാരിക്കുന്നത് കുറവാണ്. ബട്ട് ഇതൊരു അത്രയും പ്രോബ്ലം ആയിട്ടുണ്ട്, സംസാരിക്കണം. പേരൻസ് ആക്ച്വലി സംസാരിക്കണം, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും, എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യേണ്ടത്,
പിയർ പ്രഷർ എന്ന് വെച്ചാൽ കുട്ടികൾ വിളിക്കുമ്പം എന്താ പറയണ്ടേ, എങ്ങനെയാ ഫ്രണ്ട്സുകളിലോട്ട് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ കൂടെ പോകുന്ന ഒരു പ്രവണത അല്ലേ? അതെ അതെ. സോ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ആൻഡ് കുട്ടികളെയാണ് നമ്മൾ അതിൽ നിന്ന് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഇത് നല്ല കാര്യം അല്ല എന്നുള്ളൊരു കുട്ടികളാണ് മനസ്സിലാക്കേണ്ടത്. സോ ഈ നോവൽറ്റി സീക്കിംഗ് ബിഹേവിയർ കുട്ടികൾക്ക് ഭയങ്കര കൂടുതലാണ് അഡോളസെന്റ് ഗ്രൂപ്പിൽ. പുതിയ കാര്യം കാണുമ്പോൾ എന്നാൽ പിന്നെ നമുക്കൊന്ന്, അതെ, ക്യൂരിയോസിറ്റി, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ഇത്. സോ മേ ബി നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾക്ക് കുട്ടികളായിട്ടൊരു ഓപ്പൺ ആയിട്ടൊരു ഡയലോഗ് ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അറിയാൻ പറ്റും നമ്മുടെ കുട്ടീൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ആൻഡ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും ഇഫ് ദർ ഈസ് എനി പ്രോബ്ലം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പം ഇതിനെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രശ്നമാണ് ഫോബിയ, അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ചുള്ള ഒരു അമിതമായ ഭയം എന്നൊക്കെ പറയാം അല്ലേ? എങ്ങനെയൊക്കെയാണ് ഈ ഫോബിയ, അല്ലെങ്കിൽ ഇത് ഉണ്ടാവുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? ഫോബിയാസ് എന്ന് വെച്ചാൽ ആങ്സൈറ്റി സ്പെക്ട്രം ഡിസോർഡേഴ്സിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ. സോ അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ചിലപ്പം അത് ചെറിയ പ്രായത്തിലുണ്ടായ എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ ട്രോമ ആവാം. ഓർ ഇറ്റ് ക്യാൻ ബി എന്ന് വെച്ചാൽ ഒരു ഓവർ വാല്യൂഡ് ഐഡിയ എന്ന് വെച്ചാൽ പേരൻസിനോ അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആർക്കെങ്കിലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ സോ കുട്ടികളും ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് വളരുന്നത്. സോ ഫോബിയ എന്ന് പറയുമ്പം ഈ ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ സോഷ്യൽ ഫോബിയ എന്ന് വി ക്യാൻ ടേക്ക് എൻ എക്സാമ്പിൾ. എന്ന് വെച്ചാൽ ആൾക്കാരെ മുന്നിൽ പോയി നിന്ന് സംസാരിക്കാൻ പേടി മാത്രമല്ല, ഇപ്പം എല്ലാവർക്കും ആൾക്കാരെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ബട്ട് ഈ ടെൻഷനും കാര്യം കൊണ്ട് ആ സ്ഥലമേ അവോയ്ഡ് ചെയ്യുക, ആൾക്കാരുടെ ചുറ്റുവട്ടത്ത് പോയി നിൽക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ആൾക്കാരായിട്ട് സംസാരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഈ അവോയ്ഡൻസും കൂടെ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഫോബിയ എന്ന് വിളിക്കുന്നത്. പിന്നെ ഡോക്ടർ, നമ്മൾ പല മൂവിയിലെ ഡയലോഗ്സിലൊക്കെ കേട്ടതുപോലെ സൈക്കോസിസിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയാം. എന്താണ് ഈ സൈക്കോസിസ്? എന്താണ് സൈക്കോസിസ് എന്ന് പറയുമ്പം അതൊരു ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് കാര്യങ്ങൾ അതിൽ കാണാം. പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാൻ പറ്റും. കാരണം ആള് വിത്ഡ്രോൺ ആയിട്ട് പോകും. എന്ന് വെച്ചാൽ സ്വന്തം ലോകത്തിലേക്ക് പോകുന്നൊരവസ്ഥയിലാണ്. ഒറ്റയ്ക്കിരുന്ന് ചിലപ്പം സംസാരിക്കുന്നുണ്ടാവും, ചിലപ്പം നമുക്ക് വേറെ ആർക്കും കേൾക്കാത്ത കാര്യങ്ങൾ ചെവിയിൽ കേൾക്കുന്നുണ്ടാവും, അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും. സംശയങ്ങൾ കൂടുതലുണ്ടാവും. എന്ന് വെച്ചാൽ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യാൻ വരുന്നു, അങ്ങനെയുള്ളൊരു പേടിയും സംശയം ഒക്കെ കൂടുതൽ കാണുന്ന ഈ സൈക്കോസിസിലാണ്. ആൻഡ് ഈ സൈക്കോസിസിൻ്റെ കൂടെ യൂഷ്വലി സൈക്കോട്ടിക് ആയിട്ടുള്ള പേഷ്യൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇച്ചിരി ഇറിറ്റബിൾ ആയിരിക്കും, ദേഷ്യം കൂടും. പിന്നെ ഇതിനെപ്പറ്റി നമ്മൾ കോൺഫ്രണ്ട് ചെയ്യുമ്പോൾ ആരോടാ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സംശയം എന്തിനാ സംശയിക്കുന്ന, പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പം അവർ കൂടുതൽ ഇറിറ്റേറ്റഡ് ആവും. ചില ആൾക്കാർ ഇച്ചിരി കൂടുതൽ വയലന്റ് ആവും. സോ അതൊക്കെയാണ് ഒരു സൈക്കോസിസ്. ആൻഡ് സൈക്കോസിസിൽ ഓൾവേസ് ഭക്ഷണവും ഉറക്കവും ഡെഫിനറ്റ്ലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. സോ ഇതാണ് സൈക്കോസിസിന്റെ സാധാരണയായിട്ടുള്ള ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഡോക്ടർ, നമ്മൾ പൊതുവെ മാനസിക പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു, എന്നാലും ചില ആൾക്കാർ ചിലപ്പം ഇതുപോലെ ഹെൽപ്പ് സീക്ക് ചെയ്താൽ പോലും ഇതൊക്കെ നീ ചിന്തിച്ചുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ പറഞ്ഞ് അവരെ ഒരു നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ഇത് നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പം അതൊരു തെറ്റായൊരു അപ്രോച്ച് അല്ലേ, ഇങ്ങനെ ഒരാൾ നമ്മളോടൊരു പ്രശ്നം പറയുമ്പോൾ അത് നീ ചിന്തിച്ചുണ്ടാക്കുന്നതാണെന്നൊക്കെ പറയുന്നത്? ബട്ട് ദ തിങ് ഇസ്, കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പലപ്പോഴും പേഷ്യൻസ് വന്നിട്ട് പറയാറുണ്ട്, ഇപ്പം ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല, ഞാൻ എങ്ങനെയാ, എൻ്റെ പ്രശ്നം എന്താണെന്ന് ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ്, അത് ട്രൂ ആണ്. ബിക്കോസ് ഒരാൾ ടെൻഷൻ ഉണ്ടെന്ന് പറയുമ്പം എല്ലാവരും ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം അതെന്താ ഇവർക്ക് മാത്രം ടെൻഷൻ ഇത്ര കൂടുതൽ? സോ ബട്ട് ആ ഒരു അവസ്ഥയിലേക്കൂടെ പോകുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. ഈ മാനസിക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാം, എനിക്ക് വരാം, ആർക്കായാലും വരാം അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. അത് ഇറ്റ് ഡസൻറ്റ് ഡിപ്പെൻഡ് ഓൺ എത്രമാത്രം സ്ട്രെസ് ഉണ്ട്, എത്രമാത്രം പ്രോബ്ലം ഉണ്ട്, അതിൻ്റെ മുകളിലല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ആ ഒരു ടൈമിൽ ആളുടെ ആ ഒരു മാനസികാവസ്ഥേൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് അത് യൂഷ്വലി എല്ലാവർക്കും അവർ പറഞ്ഞാലും മനസ്സിലാവണമെന്നും ഇല്ല. സോ ഇഫ് സമ്മൺ ഇസ്, ആരെങ്കിലും ഹെൽപ്പ് ചോദിക്കുവാണെങ്കിൽ കേൾക്കുക അവർക്ക് എന്താ പറയാനുള്ളത്, ആൻഡ് മേ ബി ഹെൽപ്പ് സീക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ഡോക്ടർ ഒരുപാട് നന്ദിയുണ്ട് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ വന്നത്. മാനസികാരോഗ്യത്തിനെ കുറിച്ചും മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി പറഞ്ഞു തന്നതിനും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.